ഉണ്ടാക്കാൻ അവകാശമില്ല. അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല. ദിവ്യബോധനം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ വചനവും സർവശക്തനായ അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടുകളാണ്, വഹിയാണ്. പ്രവാചകന്മാർക്ക് പോലും ദീൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതാണ് അധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന നിയമം നിർമ്മിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രം, മറ്റാർക്കുമില്ല. അലാ ലഹുൽ ഖൽഖു വൽ അംറു, അറിഞ്ഞോളൂ, അവനുള്ളതാണ് സൃഷ്ടി, അവനുള്ളതാണ് കൈകാര്യകർത്തൃത്വം. നമ്മളെ സൃഷ്ടിച്ചത് അള്ളയാണ്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് തീരുമാനിക്കുന്നതും അള്ളാഹുവാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ആരാധന, നമ്മുടെ സംസ്കാരം, ഇതൊക്കെ പണ്ഡിതന്മാർക്കോ പുരോഹിതന്മാർക്കോ ഒക്കെ നിർമ്മിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാം എന്ന് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളെ അവഗണിക്കുക എന്ന ഒരു ഭാഗം കടന്നു വരും എന്ന് കാണാൻ സാധിക്കും. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ് ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. ആരെങ്കിലും അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കാൻ തയ്യാറാകുന്നില്ലയോ അവർ അധർമ്മികളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ മാഇദ 44-ാമത്തെ ആയത്ത്, 44-ാമത്തെ ആയത്തിൽ അവർ കാഫിറുകളാണ്, ഫഉലൈക ഹുമുൽ കാഫിറൂൻ, നിഷേധികളാണ് എന്ന് പറഞ്ഞു. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആർ വിധി കൽപ്പിക്കുന്നില്ലയോ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ അനീതി പ്രവർത്തിക്കുന്നവരാകുന്നു എന്ന് അതേ സൂറത്തിലെ അടുത്ത ആയത്തിൽ 45-ാമത്തെ ആയത്തിൽ പറഞ്ഞു. അതേ സൂറത്തുൽ മാഇദയിൽ തന്നെ 47-ാമത്തെ ആയത്തിൽ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആർ വിധി കൽപ്പിക്കുന്നില്ലയോ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ അധർമ്മികളാണ് എന്ന് പറഞ്ഞു. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ചാണ് ജീവിതത്തിൻ്റെ വിധി. അതിൽപ്പെട്ടതാണ് അവനെ മാത്രമേ ആരാധിക്കാവൂ. പ്രവാചകൻ്റെ ജീവിതത്തോട് പിന്തുടർന്നുകൊണ്ട് ഇത്തിബാഅ് ചെയ്തുകൊണ്ട് സുന്നത്തനുസരിച്ച് മാത്രമേ ജീവിക്കാവൂ. ഹറാമുകൾ ഓരോന്നും പഠിച്ച് അത് ഉപേക്ഷിക്കണം. പുണ്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ സ്വീകരിക്കണം. ഫർളുകൾ ഉപേക്ഷിക്കരുത്. സുന്നത്തുകൾ പരമാവധി സ്വന്തമാക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. അത് പഠിപ്പിക്കുന്നത് പ്രവാചകനാണ്. പ്രവാചകന് അതിന് ആധാരമാക്കിയത് വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് അതിന് മാതൃകയായി ഒരു മഹത്തായ സമൂഹത്തെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അന്തിമനാൾ വരെയുള്ള ഒരു മാതൃകാ സമൂഹം, സ്വഹാബത്ത്, താബിയുകൾ, അസ്സലഫ് എന്നറിയപ്പെടുന്ന ഉത്തമ തലമുറയിൽപ്പെട്ടവർ നമ്മുടെ മുമ്പാകെയുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅത് മസീറ. ആരെങ്കിലും തെളിവുകൾ എന്താണ് എന്ന് വ്യക്തമായതിനു ശേഷം പ്രവാചകന് എതിരായാൽ, ആ സത്യവിശ്വാസികൾ അഥവാ സ്വഹാബികൾ അവരുടേതല്ലാത്ത ഒരു മാർഗം ആരെങ്കിലും സ്വീകരിച്ചാൽ അവരെ നാം അവർ തിരിഞ്ഞയിടത്തേക്ക് തിരിച്ചുവിടും. നരകത്തിൽ അവരെ നാം കരിച്ചു കളയുകയും ചെയ്യും. അപ്പൊ പ്രവാചകന് എതിരാകാൻ പാടില്ല. എപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ച ആദർശം എന്താണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗ ദർശനം എന്ത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വീകരിക്കേണ്ട ആദർശം എന്ത് എന്ന് തെളിവുകളിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഠിപ്പിച്ച പ്രവാചകന് എതിർ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നാലോ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവരെ പാട്ടിന് വിടും, നരകത്തിൽ കരിച്ചു കളയും. വസാഅത്ത് മസീറ, അത് ചീത്ത സങ്കേതമാകുന്നു എന്ന് പരിചയപ്പെടുത്തി. മതം, അതിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കാനും അത് വിശദീകരിക്കാനും അത് പഠിപ്പിക്കാനും അള്ളാഹു കൃത്യമായി രീതി വെച്ചു. നിർമ്മിക്കുന്നത് അള്ളാഹു, പഠിപ്പിക്കുന്നത് പ്രവാചകൻ. നിയമം നിർമ്മിക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രം, കൃത്യമാണ് ആ കാര്യം. ഇനി ആരെങ്കിലും ഒരാൾ മതകാര്യങ്ങളിൽ കാലഘട്ടത്തിനനുസരിച്ച് പ്രമാണങ്ങൾ വിലയിരുത്താതെ തന്നെ കൂടിയാലോചനയിലൂടെയോ അതേപോലെ സ്വന്തം നിലക്കോ സമൂഹത്തിൽ അംഗീകാരമുള്ള പുരോഹിതന്മാർ എന്ന നിലക്കോ അവർക്ക് മതപരമായ നിയമങ്ങൾ സ്വതന്ത്രമായി നിർമ്മിക്കാൻ അവകാശമുണ്ട് എന്ന് വന്നാൽ അള്ളാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട ഹുക്കുമ്, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം, അത് അവർക്ക് വകവെച്ചു കൊടുക്കലാകും. അള്ളാഹുവിനുള്ള ഒരു അധികാരം മറ്റൊരാൾക്ക് വകവെച്ചു കൊടുത്താൽ അത് ബഹുദൈവത്വമാകും. അതുകൊണ്ടാണ് ഖുർആൻ ജൂത ക്രൈസ്തവരെ ആക്ഷേപിക്കുന്ന സമയത്ത് എന്താണ് അവർ ആക്ഷേപിക്കപ്പെടാനുള്ള കാരണം? അള്ളാഹു നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കാൻ പുരോഹിതന്മാർക്ക്, പാതിരിമാർക്ക് അവകാശമുണ്ടെന്ന് ജൂത ക്രൈസ്തവർ വിശ്വസിച്ചു. അള്ളാഹു കള്ള് ഹറാമാക്കി കൊടുത്താണ്. പുരോഹിതന്മാരെന്ത് ചെയ്തു? കള്ള് ഹലാലാക്കി കൊടുത്തു. അള്ളാഹു പന്നിയിറച്ചി ഹറാമാണെന്ന് പഠിപ്പിച്ചതാണ്, അതവരെ ഹലാലാക്കി കൊടുത്തു. അതേപോലെ വിവാഹം അള്ളാഹു സുന്നത്തായും ചില ഘട്ടങ്ങളിൽ നിർബന്ധമായും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാലോ
വിവാഹം കഴിക്കാതിരിക്കൽ പുണ്യമായി പഠിപ്പിച്ചു, ബ്രഹ്മചര്യം പുണ്യമായി പഠിപ്പിച്ചു. അള്ളാഹു പഠിപ്പിച്ചതിന് വിരുദ്ധമായി പുരോഹിതന്മാർ പഠിപ്പിച്ചപ്പോൾ ആ പുരോഹിതന്മാരെ ദീനിന്റെ അവലംബമായി കരുതിപ്പോന്ന സങ്കല്പിച്ചു പോന്ന അനുയായികളും കുഞ്ഞാടുകളും എന്തു ചെയ്തു എന്നറിയാമോ? അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയത് എങ്ങനെയാണോ, ഹലാലാക്കിയത് എങ്ങനെയാണോ, അങ്ങനെ തന്നെ പുരോഹിതന്മാരുടെ ഹറാമുകളെയും ഹലാലുകളെയും കാണാൻ തുടങ്ങി. റബ്ബ് എന്ന സ്ഥാനത്ത് അള്ളാഹുവെ കാണുന്നതിന് പകരം സുന്നഹദോസുകളും പാത്രിയാർക്കീസുമാരും അതേപോലെ തന്നെ പാതിരിമാരും പുരോഹിതന്മാരും ഒക്കെ കടന്നു വരുന്നൊരവസ്ഥയുണ്ടായി. ഇത് റുബൂബിയത്തിൽ പങ്കുചേർക്കലാണ്, തൗഹീദിൽ വെള്ളം ചേർക്കലാണ്. അതുകൊണ്ട് അത്തരം പുരോഹിതന്മാരെ ഖുർആൻ ആക്ഷേപിക്കുന്നത് കാണാം. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ, സൂറത്തു തൗബ 34-ാമത്തെ ആയത്ത്. ഇവിടെ പറയുകയാണ്, അവർ അവരുടെ പാതിരിമാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി മാറ്റി. ഈ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുന്ന നേരത്ത് പ്രവാചകന്റെ അരികിൽ അദീ ഇബ്നു ഹാത്തിം എന്നു പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അദ്ദേഹം ക്രിസ്ത്യാനിയായ തൻ്റെ സഹോദരൻ പ്രവാചകന്റെ അരികിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞ് അതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ സ്വർണത്തിൻ്റെ ഒരു കുരിശുമാലയുണ്ട്. ആ സ്വർണത്തിൻ്റെ കുരിശുമാലയുമായി അദീ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരികിൽ വന്നിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി കൊടുത്തു. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ വൽ മസീഹ ഇബ്നു മറിയം, പാതിരിമാരെയും പുരോഹിതന്മാരെയും ഈസാ നബിയെയും അവർ റബ്ബുകളായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ജൂത ക്രൈസ്തവരെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, അല്ല പ്രവാചകരെ, ഞങ്ങളാരും അവരെ റബ്ബുകളായി കാണാറില്ലല്ലോ, ഞങ്ങൾ പുരോഹിതന്മാർ റബ്ബായി കാണുന്നില്ല, പാതിരിമാർ റബ്ബായി കാണുന്നില്ല. ആരാ പറയുന്നത്? അന്ന് ക്രിസ്ത്യാനിയായിരുന്ന അദീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഈ പാതിരിമാരോ പുരോഹിതന്മാരോ അവർ ഏതെങ്കിലും ഒരു നിയമം, അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കി, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാക്കി, അങ്ങനെയാണ് എങ്കിൽ അലൈസ യുഹില്ലൂന ലക്കും മാ ഹറമല്ലാഹ് ഫതുഹില്ലൂനഹു വയുഹർരിമൂന മാ അഹല്ലല്ലാഹ് ഫതുഹർരിമൂനഹു, അള്ളാഹു ഹലാലാക്കിയ കാര്യം അവർ ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഹറാമായിട്ടല്ലേ കാണാറുള്ളത്? അള്ളാഹു ഹറാമാക്കിയ കാര്യം ഈ പുരോഹിതന്മാർ ഹലാലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ഹലാലായിട്ടല്ലേ കാണാറുള്ളത്? അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. ഫതിൽക ഇബാദത്തുഹും, അതാണ് അവർക്കുള്ള ഇബാദത്ത്. മതത്തിന്റെ നിയമത്തിൽ ഇന്നത് ഹലാലാണ് ഇന്നത് ഹറാമാണ് എന്ന് പറയാൻ അള്ളാഹുവിനെ അവകാശമുള്ളൂ. അള്ളാഹു ഹലാലാണ് എന്ന് പഠിപ്പിച്ച ഒരു കാര്യം ഒരു പുരോഹിതൻ വന്നിട്ട് അത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ നിയമനിർമ്മാണത്തിൽ പങ്കുചേർക്കലാണ്. നിയമനിർമ്മാണത്തിൽ പങ്കുചേർക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ശരീഅത്ത്, മതനിയമങ്ങൾ, നരകത്തിലേക്ക് നാം എത്തിപ്പെടാനിടയുള്ള കാര്യങ്ങൾ, സ്വർഗം തടയപ്പെടുന്ന കാര്യങ്ങൾ, ആ ഹറാമുകൾ, അത് ഈ പുരോഹിതന്മാരിലൂടെ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ, സ്വർഗത്തിലെത്താൻ ആവശ്യമായ വിശേഷങ്ങൾ, അത് അള്ളാഹുവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. പുരോഹിതന്മാരുണ്ടാക്കുന്ന പുത്തൻ മതങ്ങളിൽ നിന്നല്ല, പുത്തൻ ആചാരങ്ങളിൽ നിന്നോ പുത്തൻ വിശ്വാസങ്ങളിൽ നിന്നോ അല്ല. പ്രമാണം അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പ്രാമാണികമായി നാം മതനിയമങ്ങളെ മനസ്സിലാക്കണം. ആ മതനിയമങ്ങൾ നിർമ്മിക്കാൻ മറ്റാർക്കെങ്കിലും അധികാരമുണ്ടെന്ന് കരുതുകയോ അവരുണ്ടാക്കുന്ന നിയമങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പോലെ തന്നെയാണ് എന്ന് ആരെങ്കിലും വകവെച്ച് അതിന് പവിത്രത കൽപ്പിക്കുകയോ ചെയ്താൽ, ശരീഅത്തിന്റെ നിയമത്തിന് നാം പവിത്രത കൽപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക നിയമങ്ങളുടെ പ്രത്യേകത എന്താണ്? ഖുർആനിലും സുന്നത്തിലും വ്യക്തമായ ഒരു കാര്യം, നമ്മുടെ രാജ്യത്തെ ഒരു സർക്കാർ ഉണ്ടാക്കുന്ന നിയമം പോലെയല്ല, വീട്ടിൽ വാപ്പയോ ഉമ്മയോ ഉണ്ടാക്കുന്ന നിയമം പോലെയല്ല, കോളേജിൽ മാനേജ്മെന്റ് ഉണ്ടാക്കുന്ന നിയമം പോലെയല്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പവിത്രമായി പരിഗണിക്കേണ്ടതാണ്, അത് കണിശമായി ആചരിക്കേണ്ടതാണ്. അതിൽ നമുക്ക് നമ്മുടെ വക വിട്ടുവീഴ്ച കാണിക്കാൻ പറ്റില്ല, നമ്മുടെ വക കൂട്ടിച്ചേർക്കാൻ പറ്റില്ല, നമ്മുടെ വക അതിൽ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റില്ല, നമുക്കതിൽ നിന്ന് വെട്ടിമാറ്റാൻ പാടില്ല. അങ്ങനെ കണിശമായും കൃത്യമായും പാലിക്കുകയും പുലർത്തുകയും പവിത്രമായി പരിഗണിക്കുകയും ചെയ്യേണ്ട നിയമമാണ് അള്ളാഹുവിൻ്റെ നിയമം. അതിനെ ദീൻ എന്ന് പറയും. ആ ദീനിന്റെ നിയമം ഉണ്ടാക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രം എന്നത് തൗഹീദിന്റെ ഭാഗമാണ്. ഇതാണ് ഹാക്കിമിയത്ത് എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യകാലത്തൊന്നും ഈ പദം ഉപയോഗിച്ചിട്ടില്ല. പൂർവികരുടെ കാലത്ത്, സലഫുകളുടെ കാലത്ത് ഈ പദം പ്രയോഗിച്ചിട്ടില്ല. ഖുർആനിൽ എവിടെയും ഹാക്കിമിയത്ത് എന്നില്ല, ഹദീസുകളിൽ ആ പ്രയോഗം വന്നിട്ടില്ല. എന്നാൽ നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ ഹുക്കുമ്, അള്ളാഹുവിൻ്റെ ഹുക്കുമ് അവന് മാത്രമേ വകവെച്ച് കൊടുക്കാവൂ എന്നത് തൗഹീദിൽ ഉൾപ്പെട്ട ഒരു വിഷയം തന്നെയാകുന്നു. കാലം കടന്നുപോയി. ഇസ്ലാമിനെ വികൃതമാക്കാൻ ശത്രുപക്ഷത്ത് നിന്ന് ശ്രമങ്ങളുണ്ടായി. ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ഇസ്ലാമിൻ്റെ വേഷം കെട്ടി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പല വ്യതിയാന കക്ഷികളും ഉടലെടുത്തു. അതിൻ്റെ പിറകിൽ പ്രധാനമായും ജൂത സമൂഹത്തിൻ്റെ
കൈകടത്തലുകൾ നമുക്ക് കാണാൻ കഴിയും.